നമസ്കാരം, ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഗോവയിൽ ഇന്നൊവേഷൻ ചാലഞ്ചിന് 548 എൻട്രികൾ. ഗോവയിലെ സ്റ്റാർട്ടപ്പ് ആൻഡ് IT പ്രൊമോഷൻ സെല്ലിന്റെ നേതൃത്വത്തിൽ നടന്ന ഗോവ ഓപ്പൺ ഇന്നൊവേഷൻ ചലഞ്ച് 2025 548 എൻട്രികൾ ലഭിച്ചു. വിവിധ സർക്കാർ വകുപ്പുകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സാങ്കേതിക പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ സ്റ്റാർട്ടപ്പുകളെയും വിദ്യാർത്ഥികളെയും ക്ഷണിച്ച പരിപാടിയിൽ 85% എൻട്രികളും സ്റ്റാർട്ടപ്പുകളിൽ നിന്നാണ്. ടൂറിസം വകുപ്പിനാണ് ഏറ്റവും കൂടുതൽ നിർദ്ദേശങ്ങൾ ലഭിച്ചത്. IT, സയൻസ് ആൻഡ് ടെക്നോളജി, വേസ്റ്റ് മാനേജ്മെന്റ് വകുപ്പുകളും ശ്രദ്ധേയമായ പങ്കാളിത്തം നേടി. ഗോവയെ ടൂറിസത്തിനപ്പുറം നവീനാശയ കേന്ദ്രമായി മാറ്റുന്നതിന് ഈ സംരംഭം സഹായിക്കുമെന്ന് വ്യവസായ സംഘടനകൾ അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുക്കപ്പെടുന്ന ടീമുകൾക്ക് സർക്കാർ വകുപ്പുകളുമായി ചേർന്ന് പദ്ധതികൾ നടപ്പാക്കാനുള്ള അവസരം ലഭിക്കും. സ്മാർട്ട് മീറ്റർ പദ്ധതിയിൽ ഗോവയ്ക്ക് കേന്ദ്രത്തിന്റെ താക്കീത്. 467 കോടി രൂപയുടെ സ്മാർട്ട് മീറ്റർ പദ്ധതി വൈകുന്നതിൽ ഗോവയ്ക്ക് കേന്ദ്ര വൈദ്യുതി മന്ത്രാലയത്തിന്റെ വിമർശനം. 2021 അംഗീകരിക്കപ്പെട്ട പദ്ധതിയിൽ 7.5 ലക്ഷം ഉപഭോക്താക്കൾക്ക് മീറ്ററുകൾ മാറ്റാനുള്ള വർക്ക് ഓർഡർ ഇനിയും നൽകിയിട്ടില്ല. 2025 മാർച്ചിലെ സമയപരിധി നഷ്ടമായേക്കുമെന്ന് ആശങ്ക. ഗോവയുടെ മികച്ച വൈദ്യുതി വിതരണം അംഗീകരിച്ചെങ്കിലും സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നതിന്റെ കാലതാമസം ബില്ലിംഗ് കൃത്യതയെയും സാമ്പത്തിക സുസ്ഥിരതയെയും ബാധിക്കുമെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. സാൽസെറ്റിൽ മഴ, അണ്ടർപാസുകൾ വെള്ളത്തിൽ. സാൽസെറ്റിലെ കനത്ത മഴയിൽ സെറോലിം കോമ്പ് അണ്ടർപാസുകൾ വെള്ളത്തിൽ മുങ്ങി. സെറോലിം അണ്ടർപാസ് അടച്ചിട്ടു. ഡ്രെയിനേജ് പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതാണ് പ്രധാന കാരണം. കോമ്പ അണ്ടർപാസ് 15 വർഷമായിട്ട് മഴക്കാലത്ത് ഉപയോഗശൂന്യമാകുന്നു. ദീർഘകാല പരിഹാരങ്ങൾക്ക് സർക്കാർ മുൻഗണന നൽകണമെന്നാണ് ആവശ്യം. പനാജി മാർക്കറ്റിലെ 13 കടകൾക്ക് 24 മണിക്കൂറിനുള്ളിൽ ഒഴിയാൻ നോട്ടീസ്. പനജി നഗരത്തിലെ പഴയ മുനിസിപ്പൽ മാർക്കറ്റിന് സമീപമുള്ള ഫാൽക്കൺ ബിൽഡിങ്ങിനോട് ചേർന്നുള്ള 13 കടകൾക്ക് പനജി സിറ്റി കോർപ്പറേഷൻ 24 മണിക്കൂറിനുള്ളിൽ ഒഴിയാൻ നോട്ടീസ് നൽകി. ഗോവ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഘടനാപരമായ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. ഏപ്രിലിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കെട്ടിടം അപകടകരമാണെന്നും താമസക്കാരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷയ്ക്കായി ഉടൻ ഒഴിപ്പിക്കണമെന്നും വ്യക്തമാക്കി. മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് അപകടകരമായ കെട്ടിടങ്ങൾ പൊളിക്കാനാണ് CCPയുടെ തീരുമാനം. ഗോവയിൽ 859 അധ്യാപക ഒഴിവുകൾ നികത്താൻ നടപടി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഗോവ സർക്കാർ 859 പ്രൈമറി അധ്യാപക ഇൻസ്ട്രക്ടർ തസ്തികകൾ കരാർ അടിസ്ഥാനത്തിൽ നികത്തുന്നു. സമഗ്ര ശിക്ഷയുടെ പ്രൊജക്ട് അംഗീകാര ബോർഡ് 848 തസ്തികകൾ ഡിസംബർ 31-നകം നികത്താൻ നിർദ്ദേശിച്ചിരുന്നു. 700 പ്രൈമറി അധ്യാപക തസ്തികകൾ, 129 NSQF ഇൻസ്ട്രക്ടർ, 30 ഫൈൻ ആർട്സ്, വെസ്റ്റേൺ മ്യൂസിക്, തിയേറ്റർ ആർട്സ് ഇൻസ്ട്രക്ടർ തസ്തികകൾ എന്നിവയ്ക്കായി മെയ് 26 മുതൽ 30 വരെ വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. 371 തസ്തികകൾ ജനറൽ വിഭാഗത്തിലും 189 OBCക്കും 84 STക്കും 14 SCക്കും 35 വികലാംഗർക്കും 7 മുൻ സൈനികർക്കുമാണ്. ഗോവയിൽ മലിനജല ടാങ്കറുകൾക്ക് നിറവും രജിസ്ട്രേഷനും നിർബന്ധം. ഗോവയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മലിനജല ടാങ്കറുകളും ജൂൺ 21-നകം സീവറേജ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ 5000 രൂപ ഫീസോടെ രജിസ്റ്റർ ചെയ്യണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. മലിനജലം STPകളിൽ നിക്ഷേപിക്കുന്ന ടാങ്കറുകൾ മസ്റ്റേർഡ് മഞ്ഞ നിറത്തിലും ശുദ്ധീകരിച്ച മലിനജലം കൊണ്ടുപോകുന്നവ പച്ച നിറത്തിലും വരണം. രജിസ്റ്റർ ചെയ്യാത്ത ടാങ്കറുകൾക്ക് സംസ്ഥാനത്തെ STPകളിൽ പ്രവർത്തനാനുമതി നിഷേധിക്കും. ഈ നിർദ്ദേശം ധനകാര്യ അണ്ടർ സെക്രട്ടറി പ്രണബ് ഭട്ട് പുറപ്പെടുവിച്ച നോട്ടിഫിക്കേഷനിലാണ് വ്യക്തമാക്കിയത്. നോർത്ത് ഗോവയിൽ ഫ്ലാഷ് ഫ്ലഡ് മുന്നറിയിപ്പ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് വെള്ളിയാഴ്ച നോർത്ത് ഗോവയിൽ ഫ്ലാഷ് ഫ്ലഡ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. കനത്ത മഴ തുടരുമെന്നാണ് പ്രവചനം. മഹാരാഷ്ട്രയിലെ റായ്ഗഡ്, രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകളിലും സമാന അപകട സാധ്യതയുണ്ട്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പനജിയിലും പരിസരത്തും ശക്തമായ മഴയും മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. വെള്ളപ്പൊക്ക സാധ്യതയും ഉയർന്ന വേലിയേറ്റവും കാറ്റും പ്രതീക്ഷിക്കുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് IMD അറിയിച്ചു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.